കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായ വെള്ളിത്തിരയ്ക്ക് വേണ്ടി ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് 3 സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. സുരേഷ് എപ്പോഴും ചാപ്പാടുന്ന ഒരുപാട് കുറ്റം പറയും. അപ്പം ഞാനപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ 2 മാസമെങ്കിലും നിങ്ങളുടെ അമ്മ എടുത്ത് ട്രെയിനിങ്ങിന് വെച്ചിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചാപ്പാട് ഉണ്ടാക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നാണ് നീ 2 മാസം എൻ്റെ അമ്മ എടുത്ത് ട്രെയിനിങ്ങിന് വരുന്നു എന്ന് ചോദിച്ചു. അതായിരുന്നു ഞങ്ങൾ കിട്ടുക പോലെ ഉണ്ടാവില്ല ഇത്രയും ഭംഗിയായി. ഞാനും ലാലും തമ്പാനൂർ ടിക്കറ്റും ബുക്ക് ചെയ്ത് മനോരമ പേപ്പറൊക്കെ വിരിച്ച് ആ ട്രെയിനിൻ്റെ ഫുട്ബോളിലിരുന്ന് ഓരോ ബിയറും വാങ്ങിച്ച് കുടിച്ച് ആണ് ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ യാത്ര മദ്രാസിലോട്ട്. 1980 ഓഗസ്റ്റ് മാസം 17-ാം തീയതി റെക്കോർഡിങ്. കുറേ പേര് വന്ന് കയ്യിൽ നിന്ന് മറ്റേ ലഡ്ഡുവും കഴിച്ചിട്ട് പോയി. വിൽപ്പനയും നടന്നില്ല, ഒന്നും നടന്നില്ല. അവസാനം ഭയങ്കര കഷ്ടപ്പാടായി. ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫൈനാൻസറെ കണ്ട് ഫൈനാൻസ് ചെയ്യാന്ന് പറഞ്ഞു 19,000 രൂപ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. വൈകിട്ട് പൈസ എത്തിക്കുന്ന പറഞ്ഞാൽ അയാൾ മുങ്ങിക്കളഞ്ഞു ഫൈനാൻസ്. ആ പടം പിന്നെ നടന്നിട്ടില്ല. എവിടെ? കരയെ തൊടാതെ അലകൾ. കരയും തൊട്ടില്ല, നമ്മൾ കടലിലുമായി. പ്രിയനും അശോകും കൂടെ എന്നെ ഒഴിവാക്കാൻ നോക്കും. ഇവനൊക്കെ സിനിമയെ കുറിച്ച് എന്തറിയാം, ഇവനൊക്കെ പോയി എന്ത് എടുക്കാനാണ്, ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തവന്മാർ കുറെ പോയി പടം ഉണ്ടാക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കരയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് വലിയ സങ്കടമായിപ്പോയി. അശോക് ലാലിൻ്റെ അടുത്ത് ഞാൻ ബാത്റൂമിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നു, ഇവനെ വിളിച്ചോണ്ട് വരാൻ ആര് പറഞ്ഞു? പ്രിയനും അവൻ്റെ അടുത്ത് ചൂടാവുന്നു ലാലിൻ്റെ അടുത്ത്. നമസ്കാരം ചേച്ചി. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരൻ തന്നെ സുരേഷേട്ടനായിരുന്നു. അപ്പോൾ സുരേഷേട്ടൻ്റെ ഒരു ഇന്റർവ്യൂയിലൂടെ ഇത് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ സുരേഷേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വരാം, മേനച്ചേച്ചിക്ക് സമയമില്ലാത്തതുകൊണ്ടാണെന്നാണ് ഒഴിവ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷേട്ടൻ ഇവിടുന്ന് ഒരു ആസ്പയറിങ് ഫിലിം മേക്കറായിട്ട് ഇപ്പം ഒരുപാടിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ലാലേട്ടനും പ്രിയഞ്ചേട്ടനും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടും ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ഒരു തസ്തികയിൽ നിന്നാണ് ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിലേക്ക് ആദ്യം കാൽ വെച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിലായിരുന്നു അട്രാക്റ്റഡ്. അപ്പൊ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ തുടങ്ങാനുണ്ടായിരുന്ന ഒരു പാഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് എനിക്ക് ഏറ്റവും വലിയ പാഷൻ ഫോട്ടോഗ്രാഫിയായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഉള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള കാര്യം. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എനിക്കന്ന് ഈ സ്റ്റിൽ അന്ന് നമ്മൾ ഫിലിം റോളാണ്, അത് വെച്ചിട്ട് സ്റ്റിൽസ് എടുക്കുന്ന ഇതുണ്ടായിരുന്നു. അന്ന് കുറെ ചെറിയ ക്യാമറകളൊക്കെ പഴയ ക്യാമറയൊക്കെ സംഘടിപ്പിച്ചാണ് എടുത്തോണ്ടിരുന്നത്. അന്ന് ക്യാമറ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ എനിക്കൊരു 8mm ക്യാമറ കൊണ്ട് തരും. അമ്മാവൻ നോർവേയിൽ പോയിട്ട് വരും. അദ്ദേഹം ഡോക്ടറാണ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ സുകുമാരൻ. അപ്പൊ അമ്മാവനാണ് എനിക്കൊരു 8mm ക്യാമറ. അതെനിക്ക് ഭയങ്കര ഒരു ത്രില്ലായി. ആ 8mm ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് മദ്രാസിൽ ഒരു RKA പഴയ RK അല്ല, ഇവിടെ ഉണ്ടായിരുന്നു മൈലാപ്പൂരിൽ. ട്രിവാൻഡ്രത്തൊന്നും പറ്റൂല, മൈലാപ്പൂരിൽ. അത് അയച്ച് അന്ന് പൈസ വലിയ പൈസയാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് ഇട്ട് വന്നിട്ട് ചെറിയ പ്രൊജക്റ്റിൽ ഇട്ടത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഒരു ഭാരത് സിനി ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു സംഭവം തുടങ്ങാന്നത്. ഞാൻ, പ്രിയൻ, ലാല്, അശോക് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയൊരു സംരംഭം. പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട് ശശിക്കാണ് അന്ന് എന്തെങ്കിലും ഒരു അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ശശി ഇന്നിപ്പം ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിന് അശ്വതി തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു ഇതുണ്ടാക്കാം, കുറെ ഡോക്യുമെന്ററീസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് എഴുതി ഈ ഫോട്ടോഗ്രാഫി. പക്ഷെ അതിൽ ഞാൻ പൊളിഞ്ഞുപോയി, കിട്ടിയില്ല. അപ്പോഴും നിരാശയായി. അപ്പോഴാണ് ഈ ഇതെല്ലാം കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന സ്വാമിയായിട്ടുള്ള ശശി, അശ്വതി തിരുനാൾ എന്ന് ശശിയാണ് ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവരുന്നത്, പാച്ചലൂർ ശശി. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. ശരിക്കും അതൊരു തട്ടിക്കൂട്ട് പടമായിരുന്നു. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ.
അശോകനും അതിന്റെ ഡയറക്ടർ ഇവർക്കാർക്കും ഡയറക്ഷനെ കുറിച്ച് ABCD അറിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അറിയാവുന്നത് നമ്മുടെ S. കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ, നമ്മുടെ ഇപ്പോഴത്തെ കുമാറാണ് ആദ്യത്തെ അന്ന് കുമാറിന്റെ ആദ്യത്തെ പടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് സംഭവിക്കുന്ന 77-78 കാലഘട്ടത്താണ്. അപ്പൊ അന്ന് ഞങ്ങൾ BCom കഴിഞ്ഞ് BCom ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ കോളേജിൽ പോകും, പിന്നെ കുറച്ച് ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് 2 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ നിർത്തും, പൈസ വരുമ്പോൾ പിന്നെയും ഷൂട്ട് ചെയ്യും, നിർത്തും. അന്ന് വലിയ കാശൊന്നും വേണ്ടല്ലോ ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഞങ്ങൾ ഈ പടം ഫിനിഷ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാതിരുന്നിട്ട് ആച്ചലൂർ ശശിയുടെ പൈസയും തീർന്നു. അദ്ദേഹം ഒരു നല്ലൊരു കോൺട്രാക്ടറായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ പൈസയും തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ പിന്നെ കൊല്ലത്ത് തിരുവങ്കട മുതലാളി അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാണുകയും അദ്ദേഹം ഈ പടം ചെയ്യാം, പക്ഷെ അങ്ങേർക്ക് നമ്മളെ വിശ്വാസമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്തെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിനുള്ള പൈസ തരും, പൈസ ഞങ്ങളുടെ ആള് വന്ന് അവിടെ നിന്ന് തരും, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ആരുടെയും പൈസ തരും. ഞങ്ങൾക്ക് അതൊന്നും പൈസയിലൊന്നും ആവശ്യമില്ല, അന്ന് ഈ പടം തീർത്ത് കൊണ്ടുവരിക എന്നുള്ളത്. രവികുമാറാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. രവികുമാറും സത്താർ ഒരു ചെറിയ റോളിലുണ്ടായിരുന്നു, പിന്നെ റാണി ചന്ദ്ര എന്ന് പറഞ്ഞൊരു ഹീറോയിൻ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളായിരുന്നു. അതിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മോഹൻലാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു റോളാണ് ലാൽ അഭിനയിച്ചത്. ഒരു ബുദ്ധി വളർന്നിട്ടില്ലാത്ത, ബുദ്ധിമാന്യം സംഭവിച്ച ഒരു പയ്യനായിട്ടാണ് ആദ്യമായിട്ട് ലാല് ഒരു സൈക്കിൾ ചവിട്ടി വന്ന് വീഴുന്നതാണ് ഷോട്ട്. ഞാനാണ് ആദ്യം ക്ലാപ്പ് അടിക്കുന്നത്, കുമാറാണ് ക്യാമറ. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു, ഇപ്പൊ നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ അതൊരു വലിയ ചരിത്രമാണ്. അന്ന് നമുക്കൊരു വലിയ ത്രില്ലായിരുന്നു നമ്മളെ. ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ വലിയൊരു ചരിത്രമാണ്. മോഹൻലാൽ വലിയൊരു സ്റ്റാറായി, കുമാർ വലിയൊരു ക്യാമറാമാൻ. അന്ന് പ്രിയൻ ഇതെന്ന് പറഞ്ഞാൽ പ്രിയൻ അന്ന് ഇതിൻ്റെ അകത്തോട്ട് വന്നില്ല. പ്രിയൻ മാറി നിന്നുകൊണ്ട് ഞങ്ങളെ എല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനൊക്കെ സിനിമയെ കുറിച്ച് എന്തറിയാം, ഇവനൊക്കെ പോയി എടുക്കാനാണ്, ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തവന്മാർ കുറെ പോയി പടം ഉണ്ടാക്കുന്നത്, ഞങ്ങളെ അപ്പുറത്തിരുന്നുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പം അവസാനം ഈ സ്ക്രിപ്റ്റ് ഒന്നും ശരിയായില്ല. ലാസ്റ്റ് ഷെഡ്യൂളിൽ അങ്ങനെ അശോക് പ്രിയനെ വിളിച്ചപ്പോഴത്തേക്ക് പ്രിയൻ വന്ന് സ്ക്രിപ്റ്റ് ലാസ്റ്റ് ഷെഡ്യൂളിൽ വന്നിട്ട് എന്തോ കുറെ തിരുത്തുള്ളൂ. അപ്പൊ പ്രിയൻ അന്ന് ARൽ പോകും, കുറെ അവിടുത്തെ കുറച്ച് ജോലിയുണ്ട്, ചില ഇംഗ്ലീഷ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ട് പോകും. അവിടുന്ന് ചെറിയ പൈസയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വന്ന് ആണ് പ്രിയൻ അവസാനം ഇതിലേക്ക് വരും. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഡബിങ്ങിനായിട്ട് മദ്രാസിലോട്ട് പോകുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ത്രില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മദ്രാസ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, സിനിമയായിട്ട് മദ്രാസിലോട്ട് പോയിട്ടില്ല. അതിനു മുമ്പ് ഞാനൊരിക്കൽ പോയിട്ടുണ്ട്. ഞാൻ SLC പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ മദ്രാസിൽ പോയി. അപ്പൊ അന്ന് എനിക്ക് ആ കൂടെ അറിയാവുന്ന നമ്മുടെ മണിയമ്പിള്ള രാജു. അപ്പൊ രാജു അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അടയാറിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ പോയി പുള്ളിയെ കണ്ട് പുള്ളിയുടെ അടുത്ത് സംസാരിച്ച്, അപ്പൊ പുള്ളിയായിട്ടൊക്കെ ഒരു സൗഹൃദം കൂടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് മദ്രാസ് കണ്ട ഒരു ഓർമ്മയുണ്ട്, കോടമ്പാക്കം വഴി പോയത്. കോടമ്പാക്കം എന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസിന്റെ ഒരു സെന്ററായിരുന്നു സിനിമ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഇത് തീർക്കാനായിട്ടാണ് തിരിച്ച് നമ്മൾ മദ്രാസിൽ പോയത്. അപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അന്ന് പോയിട്ട് സ്വാമി വിശ്രാജി താമസിക്കുന്നതും അവിടുന്ന്. അപ്പം എനിക്ക് പൈസ, എന്നെ ഇവന്മാർ ഒഴിവാക്കാൻ നോക്കി ആദ്യം. ലാലല്ല, പ്രിയനും അശോകും കൂടെ എന്നെ ഒഴിവാക്കാൻ നോക്കി. എന്നുവെച്ചാൽ പ്രിയന് കയറാൻ വേണ്ടിയിട്ട്. ഞാനായിരുന്നു അതിൻ്റെ അകത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ. എന്നെ ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഇടിച്ചു കയറി എന്നുള്ളതാണ് പറയാം. അപ്പം എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല. അപ്പൊ ഞാൻ ചെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ സുരേഷ് പൈസ എടുത്ത് വാ, അവിടെ താമസമൊക്കെ കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തു. അപ്പൊ ഞാൻ വീട്ടിൽ പോയി അമ്മയടുത്ത് പറഞ്ഞ് പൈസയൊക്കെ സംഘടിപ്പിച്ച് ഞാനും ലാലും കൂടാണ് പോകുന്നത്. അപ്പൊ ലാലിന് വലിയ സങ്കടമായിപ്പോയി ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തമ്പാനൂർ പോയി ടിക്കറ്റും ബുക്ക് ചെയ്ത് ഇവിടുന്ന് 3rd ക്ലാസ് ടിക്കറ്റ് അന്ന് 38 രൂപയാണ്. ഇവിടെ നിന്ന് ഞങ്ങളൊരു മനോരമ പേപ്പറൊക്കെ വിരിച്ച് ആ ട്രെയിനിന്റെ ഫുട്ബോളിലിരുന്ന് ഓരോ ബിയറും വാങ്ങിച്ച് കുടിച്ച് ആണ് ഞങ്ങളുടെ യാത്ര മദ്രാസിലോട്ട്. അതൊരു ഭയങ്കര, എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കര, എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ആവാൻ പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമല്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു. അന്ന് മലയാള സിനിമ മുഴുവൻ അവിടെ ഉള്ള സമയം. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് പ്രിയന് വലിയ സങ്കടമായി, ഞെട്ടലായി. അശോക് ലാലിൻ്റെ അടുത്ത് ഞാൻ ബാത്റൂമിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നു, ഇവനെ വിളിച്ചോണ്ട് വരാൻ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. പ്രിയനും അവൻ്റെ അടുത്ത് ചൂടാവുന്നു ലാലിൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കരയൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് വലിയ സങ്കടമായിപ്പോയി. ഞാൻ ഇത്രയും കൂടെ നിന്നിട്ട് അവസാനം എന്നെ
ഈ ഒഴിവാക്കുന്ന ഒരു പരിപാടി. എന്നെ ഒഴിവാക്കി എന്ന് വെച്ചാൽ പ്രിയന് കയറാൻ വേണ്ടിയിട്ടാണ്. ആ കഴിഞ്ഞിട്ട് ഒരു കാറിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, നാരായണൻ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാമി സ്വാമിന്റെ നടയിൽ എപ്പോഴും കിടക്കുന്ന ഒരു ടാക്സി ഉണ്ട്. നാരായണന്റെ കാറിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് AVM സ്റ്റുഡിയോയിലോട്ട് ഉള്ളത്. എനിക്കിപ്പോഴും ഉള്ള എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ആ സ്വപ്നം എന്ന് പറയുന്നത്, AVM സ്റ്റുഡിയോയ്ക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഗോളം ഇങ്ങനെ തിരിയുന്നുണ്ട്. AVM നമ്മളിങ്ങനെ ഒരു ആശ്ചര്യത്തോടു കൂടി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഗോളം തിരിയുന്നത്. അതായത് നമ്മളെല്ലാം സിനിമയിലേ കണ്ടിട്ടുള്ളൂ AVM എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കണ്ട് ഇത്രയും വലിയൊരു സ്റ്റുഡിയോയ്ക്കകത്തോട്ട് ആദ്യം കയറുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറിയത്. ഇതിൽ തന്നെ തുടരണം എന്നുള്ളൊരു ആഗ്രഹം. അതായത് നമ്മുടെ സ്വപ്നം എന്തോ പൂവണിയുന്ന പോലെയാണ് അതിൻ്റെ അകത്തോട്ട് കയറി നമ്മൾ പോയി. അവിടെ ചെന്ന് ആദ്യമായിട്ട് ശങ്കുണ്ണിയേട്ടൻ്റെ അവിടെ ചെല്ലുന്നു. ശങ്കുണ്ണിയേട്ടൻ അവിടെ എഡിറ്റർ, കുറേ എഡിറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. എപ്പോൾ നോക്കിയാലും ഈ മൂവിയോളയുടെ സൗണ്ടാണ് അവിടെ. ആ AVM സ്റ്റുഡിയോയുടെ എഡിറ്റിംഗ് ഏരിയയിൽ ഇരുന്നാൽ കട 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 കടാന്ന് ഈ മൂവിയോളം ഓടുന്ന ഫിലിം ഓടുന്ന സൗണ്ടാണ്. അപ്പൊ ഞങ്ങള് പുതിയ ആൾക്കാരായതുകൊണ്ട് ശങ്കുണ്ണിയേട്ടൻ ഇതെടുത്തിട്ട് ശങ്കുണ്ണിയേട്ടന് സമയം കിട്ടുമ്പോൾ മാത്രം, അദ്ദേഹം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു റോബോട്ട് പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മനുഷ്യ റോബോട്ടാണ്. അത്ര ഇതായിട്ടാണ് ശങ്കുണ്ണിയേട്ടൻ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അന്ന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുള്ള ബ്രെയിനും കൈയും ഉപയോഗിച്ചുള്ള പരിപാടിയാണ്. ഈ ശങ്കുണ്ണിയേട്ടൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി പഠിക്കുക. ബാക്കിയുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എറിയുന്നത് ഇതെങ്ങനെ ഒട്ടിക്കും, സ്പ്ലൈസർ വെച്ചിട്ട് ഫിലിം എങ്ങനെ ഒട്ടിക്കും. കുറേ നേരം കണ്ടിട്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് വെച്ച് ഒട്ടിച്ച് നോക്കി. അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ അസിസ്റ്റന്റിനെ പോലെ നിന്നിട്ട് ഇത് ഒട്ടിക്കാൻ തുടങ്ങി. ഈ ഫിലിം ഒട്ടിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് സ്പ്ലൈസർ ഉപയോഗിച്ച് ഒട്ടിക്കുന്നത്. അപ്പൊ അതെല്ലാം കണ്ടുപിടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ്, അന്ന് ഡബിങ് എന്ന് പറയുന്നത് ലൂപ്പ് കെട്ടിയിട്ടാണ് ഡബ് ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോഴത്തെ പോലല്ല. ഇന്നൊക്കെ ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ പോയിരുന്ന് ഡബ് ചെയ്യാം. അന്ന് ലൂപ്പ് കട്ട് ചെയ്യണം. ഓരോ ഷോട്ടും ലൂപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കി കണ്ട് ഒരു ലൂപ്പ് ഓടി ഡബ് ചെയ്യണം. അങ്ങനെ ലൂപ്പ് കട്ട് ചെയ്ത് വെച്ച് അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അശോകനും ഒക്കെ മനസ്സിലായി ഞാനും കൂടി ഇല്ലെങ്കിൽ ശരിയാവില്ല. ഡബിങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നവിടെ മെജസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഡബിങ് തിയേറ്റർ, അവിടെയാണ് ഡബിങ്. അപ്പം ഡബിങ്ങിന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുളത്തുപ്പുഴ രവി ആണ് ഡബ് ചെയ്യാൻ വരുന്നത്. രവികുമാർ. കുളത്തുപ്പുഴ രവി എന്ന് പറയുന്നത് രവീന്ദ്രൻ, മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ. അദ്ദേഹം ഒന്നും മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ പാട്ടുപാടി ഈ ഡബിങ്ങും ഒക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവിടെ ചെന്നിരുന്നിട്ട് ഇതിടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്ത് കുറേയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞു. എന്നുവെച്ചാൽ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ വലിച്ചൊട്ടിക്കേണ്ടത്. അത് ശങ്കുണ്ണിയേട്ടൻ ചെയ്ത പരിപാടിയാണ്. അല്ലാതെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒന്നുമില്ല. കുറെ എന്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടിട്ടാണ് അത് ഒരു സിനിമയാക്കിയത്. അപ്പം ഇത് ഡബ് ചെയ്യാനായിട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇവർക്കൊന്നും ഒരു പിടിയില്ല, ലിപ്പില്ല, ഡയലോഗും ഇല്ല, ഒരു ചുക്കും ഇല്ല നോക്കാൻ. അപ്പൊ ഇതെല്ലാം എൻ്റെ കയ്യിൽ, ഈ സാധനം എല്ലാം എൻ്റെ മനസ്സിലും ഉണ്ട്. ഞാൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു കാണാപ്പാടം പോലെ പല പ്രാവശ്യം ഇത് എഴുതി സ്ക്രിപ്റ്റും ഒക്കെ എഴുതി. അപ്പൊ ഞാൻ ചെന്ന് നിന്നുകൊണ്ട് ഇതാണ് ഡയലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രവിയേട്ടൻ എന്നെ വിളിച്ചിട്ട് ആനിയ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് നിന്ന് പിന്നെ നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലായി. അപ്പൊ 2-3 ദിവസം ഇവര് നമ്മളെ അകത്തി നിർത്തി. 3-4 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനില്ലാതെ ഡബിങ് നടക്കൂല എന്നൊരു സ്ഥിതി വന്നപ്പം നമ്മളെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞ് അങ്ങനായിരുന്നു നമ്മൾ ആ പടത്തിന്റെ. പിന്നെ അത് തീരുന്നവരെ, അതിന്റെ റീ റെക്കോർഡിങ്, ഫസ്റ്റ് കോപ്പി ആവുന്നവരെ നമ്മൾ അവിടെ നിന്ന് ഒറ്റ പൈസ തരൂല. വെറും വൈകിട്ട് രാവിലെ കാറ് വരും, ഈ കാറിൽ കയറി ഈ നാരായണന്റെ കാറിൽ കൊണ്ട് നമ്മളെ അവിടെ വിടും. വൈകിട്ട് അവിടുന്ന് വേറൊരു വണ്ടിയിൽ പ്രൊഡക്ഷനിൽ നിന്ന് ഇവിടെ തിരിച്ചുകൊണ്ട് വിടും. ഉച്ചയ്ക്ക് ശാപ്പാട്, രാവിലെ ശാപ്പാട്, വൈകിട്ട് സ്വാമി സ്ലോട്ടിൽ നിന്ന് ശാപ്പാട്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പൈസ ഇല്ല കയ്യിൽ. നമ്മുടെ കയ്യിൽ നയാ പൈസ ഇല്ല. തിരിച്ച് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിള്ള എന്ന് പറഞ്ഞ പ്രൊഡക്ഷന്മാരാണ്, 10 രൂപ വെച്ച് അയാൾ തരും. അയാളൊക്കെ ഞാൻ പ്രാഗിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു സിനിമ കാണാൻ പോലും ഞാൻ അശോകന്റെ അടുത്ത് നിന്ന് ബോളുണ്ടാക്കി. വൈകിട്ടാകുമ്പോൾ ഒരു സിനിമ കാണാൻ പോകാൻ എന്തെങ്കിലും ഒരു വെളിപ്പോ എന്തെങ്കിലും കഴിക്കാൻ പോലും ഒരു സംഭവമില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ പടമൊക്കെ തീർന്നു കഴിഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. ആ പടം റിലീസ് ചെയ്തില്ല. പിന്നെ അത് കുറെ കഴിഞ്ഞിട്ടാണ്, അത് സെൻസർ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് മൊത്തം വെട്ടിക്കളയാം എന്ന് വെച്ചാൽ ഒരു വൈകുള്ള ഒരു എക്സിബിഷനിസം, ഒരു പെർവേർഷൻ, ഒരു പെണ്ണിന്റെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അന്ന് ഈ പടങ്ങളുള്ള കാലഘട്ടമാണ്. അപ്പൊ അത് കുറച്ച് കൂടുതൽ അങ്ങ് എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റിയതാണ് പറ്റിപ്പോയത്. അപ്പൊ അതെല്ലാം കൂടെ മുറിച്ച് കട്ട് ചെയ്ത് റിവൈസിങ് കമ്മിറ്റിക്കൊക്കെ പോയിട്ടാണ് അത് പിന്നെ കിട്ടിയത്. ഞങ്ങൾ പിന്നെ ഒരു തമിഴ് പടം പ്ലാൻ ചെയ്തു.
അങ്ങനെയാണ് കരയെ തൊടാതെ ഇലകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതായത് പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതുന്നു, അശോക് ഡയറക്റ്റ് ചെയ്യുന്നു, വിജയൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ആ പടം ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നമ്മുടെ കയ്യിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ഒന്നും വലിയ കാശൊന്നുമില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദറുണ്ട് കൊച്ചിച്ചൻ, അപ്പോൾ കൊച്ചിച്ചൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി അശോക പറഞ്ഞു ഇത് നമ്മൾ തമിഴ് പടം വിജയേട്ടനെ വെച്ച് നമ്മൾ പടം ഏത് ബാനറിൽ തുടങ്ങിയത്? അത് ഭാനുമതി ഫിലിംസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ഭാനുമതി. അപ്പോൾ എല്ലാവരും പറഞ്ഞതെന്നു വെച്ചാൽ നമ്മൾ തമിഴിൽ എങ്ങനെയെന്ന് വെച്ചാൽ പൂജ ഇടുന്നതിൻ്റെ അന്ന് നമ്മൾ ഏരിയയൊക്കെ വിൽക്കും. അന്ന് പല ഏരിയകളാണ്, ഇപ്പോൾ തിരുനെൽവേലി, TK, രാംനാട്, മധുര, MR, NSC, നോർത്ത് ആർക്കാട്, സൗത്ത് ആർക്കാട്, ചെങ്കൽപ്പെട്ട്, അതാണ് NSC എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും വലിയ ഏരിയ. അങ്ങനെ കോയമ്പത്തൂര് ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ഏരിയയൊക്കെ ഒപ്പം വിറ്റുപോകും. നമ്മൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് റെക്കോർഡിങ് നടത്തി. രവീന്ദ്രനാണ് മ്യൂസിക് ആദ്യമായിട്ട് രവീന്ദ്രൻ തമിഴ് പടം ചെയ്യുന്നു. അതെല്ലാം ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞ് 1980 ഓഗസ്റ്റ് മാസം 17 റെക്കോർഡിങ്. അങ്ങനെ റെക്കോർഡിങ് നടക്കുന്നു, എല്ലാം നടക്കുന്നു. 5 പൈസയുടെ വിൽപ്പന നടന്നില്ല, ഒന്നും നടന്നില്ല. ഒരാൾക്കും വേണ്ട. നമ്മൾ എല്ലാരെയും വിളിച്ചു, ഇതൊക്കെ അടിച്ച് എല്ലാരെയും വിളിച്ചു. കുറെ പേര് വന്ന് കയ്യിൽ നിന്ന് മറ്റേ ലഡ്ഡുവും കഴിച്ചിട്ട് പോയി. അല്ലാതെ ഒരാൾ പോലും ഇത് ചെയ്തില്ല. അതുകൊണ്ട് വിൽപ്പന നടന്നില്ല, ഒന്നും നടന്നില്ല. അവസാനം ഭയങ്കര കഷ്ടപ്പാടായി. ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ ഒരു ഫൈനാൻസറെ കണ്ട് ഫൈനാൻസ് ചെയ്യാന്ന് പറഞ്ഞ്, അങ്ങനെ അയാൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, കുറെ പൈസ കൊണ്ടുപോകാം. അങ്ങനെ 19,000 രൂപ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. അയാൾ പറഞ്ഞു ഇങ്ങനെ പൈസ കൊടുത്താൽ ഞാൻ ബാക്കി പൈസ നിങ്ങൾക്ക് തരാം. അന്ന് ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ, 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ പറ്റും. അത്രയും പോലും ഇല്ല. ഇയാൾ ഇത് വാങ്ങിച്ചും വെച്ച് ഇയാൾ നമ്മളെ പറ്റിക്കുകയും അവസാനം ഇത് വാങ്ങിക്കാൻ പറയാൻ നടന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഡിസംബറിൽ ഷൂട്ടിംഗ് തുടങ്ങാന്ന് വെച്ചിരുന്നിട്ട് എല്ലാവരും ഇവിടെ വന്ന്, ഇവിടെ നാറുകോലിൻ്റെ അടുത്തൊരു മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. എല്ലാം പോയി എല്ലാം സെറ്റപ്പ് ചെയ്തു, എല്ലാം റെഡി. നാളെ മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇന്ന് വൈകിട്ട് പൈസ എത്തിക്കുന്ന പറഞ്ഞാൽ അയാൾ മുങ്ങിക്കളഞ്ഞു. ഫൈനാൻസ് പടം ക്യാൻസൽ ചെയ്തു. നമ്മൾ വെള്ളത്തിൽ പോയി. ആ പടം പിന്നെ നടന്നിട്ടില്ല. എവിടെ? കരയെ തൊടാതെ ഇലകൾ. കരയും തൊട്ടില്ല, നമ്മൾ കടലിലുമായി. അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത്രയും ടാലന്റ് ആണ്, ഇത്രയും ടെക്നിക്കലി നല്ലോണം അറിയാവുന്ന ഒരാൾ എന്തുകൊണ്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങിയിട്ടില്ല? ഇതുവരെ എന്താ ഇറങ്ങാത്തത്? എനിക്ക് അങ്ങനെ ഇതിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഫുൾ അങ്ങ് പോയി. ആ പാഷൻ അങ്ങ് വിട്ടുപോയി മനസ്സിൽ നിന്ന്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എനിക്ക് ഭ്രാന്തായിരുന്നു, അത് മുഴുവൻ പോയി. ഇപ്പൊ ഞാൻ ക്യാമറ കണ്ടാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ക്യാമറയൊക്കെ ഉണ്ട്. ഞാൻ എടുത്തു വെച്ച് എനിക്ക് ക്യാമറയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ഇവിടെ പോയി. ഞാൻ കുറെ ക്യാമറകൾ, പഴയ ക്യാമറ എല്ലാം വാങ്ങിച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കളക്ട് ചെയ്ത് ക്യാമറകൾ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് കാശും കളഞ്ഞ് എല്ലാം ചെയ്തു. എനിക്കിപ്പോഴും എനിക്കൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഈ ഇതിന്റെ ഇടയിലും ഈ തിരുനോട്ടത്തിന്റെ ഇടയിലും പിന്നെ അത് കഴിഞ്ഞ് ബാലു പിരിയത്തൊക്കെ പടം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിലും കുറെ നാളുണ്ടായിരുന്നു. 78 ചെല്ലുമ്പോ മെനചേച്ചി ആ സമയത്ത് ആക്ട് ചെയ്തോണ്ടിരിക്കല്ലേ? 78-ലല്ലേ തുടങ്ങിയത്? എൻ്റെ ഫസ്റ്റ് പടം തമിഴാണല്ലോ, അമ്മായി വയസ്ക്ക് വന്നിട്ടാണ്. അപ്പൊ അതിൽ അഭിനയിച്ചിട്ട് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു, അപ്പോഴായിരുന്നു ഇവര് വന്നത്. അന്നേരമാണ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. അഡ്വാൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ പടം നടന്നില്ല. ഞാൻ കണ്ടില്ല, ഞാൻ അകത്തായിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ഞാൻ അകത്തായിരുന്നു, അച്ഛനായിരുന്നു സംസാരിച്ചത് ഇവർ രണ്ടുപേരുടെ അടുത്ത്. ആക്ച്വലി സുരേഷ് ഏട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നതാണ്. ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇവര് എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന മദ്രാസിലെ സ്റ്റുഡിയോയിൽ അതിന്റെ ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഞാനും വില്യംസ്, ഡയറക്ടർ ക്യാമറാമാൻ വില്യംസ്, ഞാന് വില്യേട്ടൻ, ഞാന്, പിന്നെ വേറെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ലാലിനെ കാണാൻ പോകുമ്പോഴാണ് അവിടെ വെച്ച് ശങ്കരേട്ടനെ കാണാനായിട്ട്. ശങ്കരേട്ടനും ഞാനും കൂടെ ഉള്ള ക്ലൈമാക്സ് സീൻ നടക്കുകയാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും, ശങ്കരേട്ടനാണ് ഇവർ. അപ്പൊ സുരേഷ് ഏട്ടന് നിങ്ങൾ രണ്ടും അസോസിയേറ്റ് ചെയ്ത് ഏതെങ്കിലും പടത്തിൽ വർക്ക് ചെയ്തായിരുന്നോ? അത് പിന്നല്ലേ വർക്ക് ചെയ്തത്. ഏത് പടം? അത് കഴിഞ്ഞിട്ടല്ലേ പൂച്ചക്കൊരു മൂക്കുത്തി. അത് കുറെ കഴിഞ്ഞ് അത് 1 കൊല്ലം 2 കൊല്ലം. അല്ല, ഞാൻ ചോദിക്കാൻ വരുന്ന ഉദ്ദേശം പിന്നെ ഒരു പ്രപ്പോസൽ എന്തായാലും വന്നല്ലോ, കല്യാണത്തിന്റെ ഒരു പ്രപ്പോസൽ എന്ന് പറയുമല്ലോ. അത് ഏത് ടൈമിലായിട്ടായിരിക്കും? ആ സമയത്താണ്. അതിനു മുമ്പ് സുരേഷ് ഏട്ടന് ഇഷ്ടമാണെന്നുള്ള എന്തെങ്കിലും എപ്പോഴും ശങ്കരേട്ടനെ കാണാൻ വരും. പ്രപ്പോസൽ വല്ലതും പറഞ്ഞിരുന്നു? അങ്ങനല്ല, സുരേഷ് ഏട്ടനെ എപ്പോഴും ശങ്കരേട്ടനെ കാണാൻ മിക്കവാറും ഞാനും ശങ്കരേട്ടനും ആയിരുന്നു എല്ലാ സെറ്റിലും. അപ്പൊ ശങ്കരേട്ടനെ കാണാൻ വരുമ്പം
കുറേശ്ശെ ഞാൻ സംസാരിച്ചൊക്കെ തുടങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു മണ്ഡപത്തിലല്ലേ അവിടെ വെച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും മെനക ഒരു പടം എടുക്കുന്നുണ്ട്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നുള്ളൊരു സിനിമയാണ്, അതിന് നീ ഡേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ആ ഡേറ്റ് സുരേഷ് ഏട്ടന് കൊടുത്തത്. അപ്പോൾ ആ പടത്തിൽ അഭിനയിച്ച് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ടൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ഇത് തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയടുത്ത് പോയി ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് കുമാറിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പോയി ഐ ലവ് യു എന്നൊന്നും പറഞ്ഞു കളയില്ല, അവിടെ നിന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്താണ് അല്ല. അന്ന് സുരേഷ് ഏട്ടൻ എപ്പോഴും ചാപ്പാടുന്ന് ഒരുപാട് കുറ്റം പറയും. ചാപ്പാടെന്ന് വെച്ചാൽ എന്ത് നല്ല ഫുഡ് കൊടുത്താലും അതില്ല ഇതില്ല, എനിക്ക് ആ സ്വാദില്ല, അമ്മ വെച്ചതുപോലെ ആവുന്നില്ല എന്നൊക്കെ എന്ന് പറയണം. പക്ഷെ അമ്മ ഉണ്ടാക്കിയാലും ചീത്ത പറയും എന്തെങ്കിലും. അപ്പം അമ്മ ഉണ്ടാക്കുന്ന പോലെ ഇല്ല അത് എന്നൊക്കെ പറയും. അപ്പം ഞാനപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ 2 മാസമെങ്കിലും നിങ്ങളുടെ അമ്മയെടുത്ത് ട്രെയിനിങ്ങിന് വെച്ചിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചാപ്പാട് ഉണ്ടാക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ലിഫ്റ്റിൽ അമൃത ഹോട്ടലുണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, ആ ഹോട്ടലിൽ ലിഫ്റ്റിലിരിക്കുമ്പം അപ്പം എന്നാണ് നീ 2 മാസം എൻ്റെ അമ്മയെടുത്ത് ട്രെയിനിങ്ങിന് വരുന്നു എന്ന് ചോദിച്ചു. അതായിരുന്നു ഞങ്ങൾ ഇൻഡയറക്റ്റ് പ്രപ്പോസൽ. സ്ക്രിപ്റ്റിൽ പോലും ഉണ്ടാവില്ല ഇത്രയും ഭംഗിയായിട്ട്. അതാണ് ഇൻഡയറക്റ്റ് പ്രപ്പോസൽ ആയിരുന്നു, ഡയറക്റ്റ് അല്ല. അപ്പൊ ഞാൻ ഇത് അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. ശരി എന്നാ പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്നേക്കാൾ സുരേഷ് ചേട്ടനോടാണ് അമ്മ കൂടുതലും സംസാരിക്കുമായിരുന്നു. അതുപോലെ പിന്നെ അന്ന് സുരേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് സനൽകുമാറുണ്ട്. സനൽകുമാറിൻ്റെ അടുത്ത് സനലേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ അമ്മയുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ എങ്ങനെയാണ് മരിച്ചത്, അത് ഇതെല്ലാം ബ്രദേഴ്സിൻ്റെ എല്ലാം പറയും. സനലേട്ടൻ പോയി ഇവിടെ പറയും, അതെനിക്ക് അറിയില്ല. സുരേഷ് ഏട്ടൻ ഇങ്ങനെ കൈയൊക്കെ കെട്ടിട്ട് വളരെ ഇതായിട്ട് കൈ നോക്കട്ടെ, ഞാൻ ഇത് പറയാം, നിനക്ക് നിൻ്റെ അച്ഛൻ ഇങ്ങനെ മരിച്ചുപോയി, നിനക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെയാണ് എങ്ങനെയാണ്. ഞാനുടനെ ഞാൻ എന്തൊരു മണ്ടിയാണ്, അയ്യോ ഈ സുരേഷ് ഏട്ടനെ എല്ലാം അറിയാമല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സനലേട്ടൻ പറഞ്ഞിട്ടാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ മനസ്സിലായി ഏറ്റവും രസം ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും പോയിട്ട് വരും. സുരേഷ് ഏട്ടൻ്റെ അമ്മുമ്മ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ കൊളുത്തിട്ടിട്ട് പറഞ്ഞു, എപ്പോഴാണ് മോളെ വീട്ടിൽ കല്യാണം കഴിച്ച് വരാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് തന്നെ ആ ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. രേവുക്കെ ജനിക്കുന്നത് ചെന്നൈയിലായിരുന്നു അതോ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു? അല്ല പിന്നെ പഠിത്തമൊക്കെ അവിടെയായിരുന്നു അതോ? അല്ല, അത് ഞങ്ങള് 92, അതായത് രേവു ജനിച്ച 89. ആ സമയത്ത് 92 കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് ഞങ്ങളെ മദ്രാസിലോട്ട് എന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ടാണ്. കീർത്തി ജനിച്ച ഒരു 4 മാസം 5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെയാണ് ഹോളി ഏഞ്ചൽസ് ചെയ്തത്, ഫസ്റ്റ് LKG. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബട്ടർഫ്ലൈയുടെ പടം, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പടം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ മദ്രാസിലോട്ട്. അതിന് തൊട്ട് മുമ്പാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഒരു 10 കൊല്ലം അവിടെ ആയിരുന്നു. എന്ന് വെച്ചാൽ മലയാള സിനിമ മുഴുവൻ മദ്രാസിലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ സൗകര്യം അതായിരുന്നു, അങ്ങനെയാണ് അവിടെ ആയത്. അല്ല ആ സമയത്ത് ഈ രേവും കിറ്റിയും 2 പേരിൽ ഈ ശരിക്കും മുമ്പേ മാനേജർ പറഞ്ഞ കാര്യം, ഒരു കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് പോയിട്ട് അതിലേക്ക് പിന്നീട് ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ട്. നഷ്ടബോധം തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സിനിമ എടുക്കാൻ പോയി നമുക്ക് ആദ്യമേ അടി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഇപ്പം വിശ്വസിക്കില്ല, ഇപ്പം ആരുടെ പറഞ്ഞാലൊന്നും നമുക്കില്ല. നമ്മൾ ഈ സ്വാമീസ് ലോഡ്ജിൽ രാവിലെ എണീക്കാൻ താമസിക്കുക എന്ന് വെച്ചാൽ കിടന്നുറങ്ങും. എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടല്ലോ, അപ്പൊ ആ പൈസ ഇല്ല. ഉച്ചയ്ക്ക് ഒരു പഴവും കഴിച്ചുകൊണ്ട് കിടക്കും, വെള്ളവും കുടിച്ചോണ്ട്. പൈസ ഇല്ല കയ്യിൽ. ഒരു ഘട്ടത്തിപ്പോൾ വീട്ടിലെ കാശും കൊണ്ട് എല്ലാം കളഞ്ഞു, വീട്ടിൽ തിരിച്ചു വരാനും മടി. എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുട്ടാണ്, ഇവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല. എനിക്കന്ന് വയസ്സെന്ന് പറയുന്നത് 21 വയസ്സേ ഉള്ളൂ. 1980 21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ. നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പഠിത്തവും ഇല്ല, ഒന്നുമില്ല, എല്ലാം പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴാണ് രണ്ടാമത് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇയാള് ഫൈനാൻസർ എന്നെ വിളിച്ചോണ്ട് പോയി ഒരു വണ്ടി ഇടിച്ച് പ്രശ്നമായി.
അവിടെ വെച്ചിട്ട് ലൊക്കേഷൻ കാണാന്ന് പറഞ്ഞ് പോയതാണ്. അയാൾ നമ്മളെ കൊല്ലാൻ വിളിച്ചോണ്ട് പോയതാണെന്ന് എനിക്കറിയില്ല. അയാൾ റോഡിൽ വീണ് വലിയ പ്രശ്നം. അയാളുടെ അവസാനം ഇയാളെ എടുത്തുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ അന്ന് ഈസ്റ്റ് കോസ്റ്റ് റോഡിലാണ്. അന്ന് ആ റോഡിൽ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ആ റോഡിൽ കൂടെ നടക്കാനൊക്കെ ഒരു കാറിൽ പോലും പോകാനൊക്കാത്ത അത്രയ്ക്ക് ട്രാഫിക്കാണ്. അന്ന് ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത് അന്ന് അവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഇപ്പുറത്താണ് തിരുവാൺമയൂർ പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടുന്ന് ഒരാൾ, ഒരു മുറുക്കാൻകടക്കാരൻ പറഞ്ഞ് ഒരു സൈക്കിൾ തന്നിട്ട് നീ പോയി അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ മതി. ഈ 15 കിലോമീറ്റർ ഞാൻ സൈക്കിൾ വിട്ടുകയാണ് വൈകിട്ട് ഒരു 5 മണിക്ക് ചവിട്ടി ഈ 15 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് ഈ പോലീസുകാരെ വല്ലതും പരിചയമുണ്ട്. പോലീസുകാർ അടുത്ത് വന്നിട്ട് ഞാൻ ഉള്ള തമിഴ്, അറിയാവുന്ന തമിഴിലും മലയാളത്തിലും ഒക്കെ ആക്സിഡന്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ പറഞ്ഞ് അന്ന് വണ്ടി ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞാൽ അവർ വണ്ടിയിൽ വന്ന് ഒരു ലോറിയാണ് കൊണ്ട് ഇടിച്ചത്. ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചത്. അത്ര വലിയ ഇടിയായിരുന്നു. ഈ ലോറി ഇടിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കയറി സീറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എനിക്ക് എന്നിട്ട് എന്റെ നെഞ്ചൊക്കെ ഇടിച്ചു. അതോടുകൂടി നമ്മൾ തകർന്നു പോയി. പിന്നെ ഒരു മുമ്പോട്ടുള്ള പോക്കൊന്നുമില്ല. അയാൾ അതോടുകൂടി ആ ഫൈനാൻസർ അയാൾ കിടപ്പുമായി. ആ പ്രശ്നമായി. ഇയാൾക്ക് ആക്സിഡന്റ് കഴിഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് നിൽക്കക്കള്ളിയില്ല. ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഫോണിൽ കൂടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആക്സിഡന്റ് ആയിരുന്നു. അതേപോലെ ഇവരൊക്കെ ഭയങ്കര അപ്സെറ്റായി. അപ്പൊ അമ്മാവനോടുണ്ട് അടയാറിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടറാണ്. അപ്പൊ അമ്മാവനെ വിളിച്ചു പറഞ്ഞിട്ട് അമ്മാവൻ വന്ന് ഇവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത്, സ്വാമി സ്വാജി ബില്ല് സെറ്റിൽ ചെയ്ത് എനിക്ക് ടിക്കറ്റ് എടുത്ത് എന്നെ കയറ്റി വിട്ടു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആരും എന്നെ ഒന്നും വഴക്കും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വന്ന് വീട്ടിൽ വന്ന് എല്ലാവരും കണ്ട് വളരെ എമോഷണലായിട്ട് കരഞ്ഞു. അപ്പൊ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ കരയണ, എന്തിനാ മോങ്ങുന്നതെന്നല്ല, എന്തിനാ മോങ്ങുന്നത്, ഒരാവശ്യമില്ല, പോയത് പോട്ടെ, നീ ബാക്കി പഠിക്കാനുള്ള എല്ലാം എഴുതിയെടുക്കും. ഓക്കെ. അപ്പം BCom ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പഠിച്ച് BCom കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം, പൈസ പോയത് പോട്ടെ. അത് നമ്മൾ BCom പഠിച്ചോണ്ടിരുന്നപ്പോഴാണോ? ഫൈനൽ ഇയർ അപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതായിപ്പോയി, ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി. അച്ഛന് ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് മകളിലേക്ക്, അത് എന്തുകൊണ്ടാണ് ഡയറക്ഷൻ പെർസ്യൂ ചെയ്തെന്നുള്ളൊരു, എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനും കീർത്തിയും അമ്മയുടെ കൂടെ ഒക്കെ പോകുമ്പം അമ്മയെ കുറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു. അത് കീർത്തി നോക്കുമ്പം അവൾക്ക് അവിടെയായിരുന്നു കൂടുതൽ അട്രാക്ഷൻ. പക്ഷെ ഞാൻ അച്ഛൻ ഡീൽ ചെയ്യുന്നത് നോക്കുമ്പം മറ്റേ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ഒരു തിയേറ്ററിൽ നിന്ന് പിങ്ക് സ്ലിപ്പ്, യെല്ലോ സ്ലിപ്പ് ഒക്കെ വന്ന് അച്ഛൻ ഇരുന്ന് എഴുതുന്നതും അത് എഴുതുന്നതും പിന്നെ ഇരുന്ന് ഫോണിൽ കൂടെ ഓരോരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതും, സെറ്റിലേക്ക് പോകുമ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ക്യാമറയുടെ ബാക്കിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് എന്റെ നോട്ടം അവിടെ പോയത്. അത് എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിലേക്കൊരു ഞാൻ പറയാം, ഇവള് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് പോയി ചെന്നൈയിൽ. പടം കണ്ടപ്പോഴേക്കും അതിലൊരു ഷോട്ട് ഒരു വില്ലനെ കൊല്ലുന്നു, ഒരാളെ ഒരു 3 പേര് 4 പേര് ചേർന്ന് കൊല്ലുന്നു. അത് ഇവിടെ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു, ജനലിന്റെ വെളിയിൽ നിന്ന് അവരറിയാതെ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ കൊല്ലുന്ന ഷോട്ട് നമ്മൾ ഇവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ വെച്ച് ഇവിടെ കൊല്ലുന്നത് മുഴുവൻ പബ്ലിക്കിന്, ഓഡിയൻസിന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാമറയിൽ കൂടെ ഈ ഒരു ക്യാരക്ടർ ഫോട്ടോ എടുക്കുന്നതും നമുക്ക് കാണാം. ഈ ഫോട്ടോസില് ഈ കൊല്ലുന്ന ഫോട്ടോസിനെ എടുത്തതിനെ അവിടെ കൊണ്ടുവന്ന് ജഡ്ജിന്റെ മുമ്പിൽ ഒരു ഓഫീസിൽ കൊണ്ട് കാണിക്കുന്നു. ആ ക്യാരക്ടർ, ഈ ഫോട്ടോ എടുക്കുന്ന ക്യാരക്ടർ കൊണ്ടുപോയി നോക്ക്, നിന്റെ ചേട്ടന്റെ ആൾക്കാരാണ് ഇതെല്ലാം കൊല്ലുന്നത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഫോട്ടോസ് ആക്ച്വലി എങ്ങനെയായിരിക്കണം, ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം എടുക്കാൻ. പക്ഷെ ഇവന്റെ ഈ ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിലായിരുന്നു ആ ഫോട്ടോസ്. ഇത് വലിയ ഡയറക്ടറിന്റെ പടമാണ്, എല്ലാം അങ്ങനെയാണ്. இவள் ചെറുതാണ്. அது எப்படிமா இங்கிருந்து கேமரா எடுக்கிறோம், ஆனா காட்டும் போது எல்லாம் நாம பாக்குற பாயிண்ட் ஆஃப் வியூலயே எல்லா போட்டோஸும் காட்டுறாங்களே, தப்பு இல்லையான்னு അവള് പറഞ്ഞു. അപ്പോഴേ അവളുടെ മനസ്സിനകത്ത് ആ ഒരു ഡയറക്ഷന്റെ ഒരു വ്യൂ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് അവൾക്ക് ആ ഒരു ടാലന്റ് ഉണ്ട്, ആ ഒരു സ്പാർക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെ ആ കുട്ടി, അത് 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവളുടെ മനസ്സിൽ ആ ഒരു ചിന്ത പോയതാണ്. അപ്പൊ ഞാൻ ആ ഡയറക്ടറിനോട് പറഞ്ഞത്, ആ ഡയറക്ടർ പറഞ്ഞപ്പോൾ ശരിയാണ്, വളരെ കറക്റ്റാണ്, അത്
ഞാനും ശ്രദ്ധിക്കേണ്ടത്, അസിസ്റ്റൻസും ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാമറമാൻ അതിന്റെ അടിയിലിരുന്ന് എടുത്ത ഫോട്ടോസ് ആയിരിക്കും അവരങ്ങ് എടുത്തത്. പണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് എടുത്തു കാണുമല്ലോ. പക്ഷെ അത് എന്തൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല, ഒരു വലിയ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഇവളെ. ഇപ്പൊ ഒരു സബ്ജക്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടില്ലേ? സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ? ഓൾമോസ്റ്റ്. അപ്പൊ രേവതി കലാമന്ദിറിന്റെ ബാനറിൽ, അത് ബാനറിലാണോന്ന് അത് അച്ഛനോട് ചോദിക്കണം. അച്ഛൻ പറയണം. ബഡ്ജറ്റ് അപ്രൂവ് ആയ അച്ഛൻ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവരും, സ്വന്തം മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിലും. കിറ്റി എന്തായാലും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കരിയർ അങ്ങനെ ബിൽഡ് ചെയ്ത സംഭവം. അപ്പം അച്ഛന്റെ പാഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മകളുടെ ഒരു ആഗ്രഹത്തിന് അച്ഛന് തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷൻ ഏറ്റെടുക്കണ്ടേ? അത് ശരിക്കും അതല്ലേ? അല്ല, ആ രീതിയിൽ ഐ തിങ്ക് ഹി സപ്പോർട്ട്സ് എ ലോട്ട്. ബിക്കോസ് എനിക്ക് അങ്ങനെ പിള്ളേർ അവർക്ക് രണ്ടുപേരും വായിച്ചായിരുന്നു. ഇല്ലല്ല, സ്ക്രിപ്റ്റ് വായിക്കണം. ഞാൻ ഇപ്പൊ ഇന്ന് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാം എന്നുവെച്ചാൽ ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ പണ്ട് ചെയ്യുന്ന പോലെ അല്ല, ഇപ്പൊ കുറച്ചും കൂടെ റിസ്ക് ആണ്. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. അതെന്തായാലും ചെയ്യുന്നുണ്ട് നമ്മൾ. അത് ചെയ്യും, നമ്മൾ ചെയ്യാം. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു കൊടുക്കില്ല എന്നല്ല, എന്നാലും വെളിയിൽ നിന്ന് വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. ആസ് ആൻ അസോസിയേറ്റ് പ്രിയഞ്ചേട്ടൻ ഉൾപ്പെടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കീർത്തിയുടെ കാര്യം എടുത്താലും നീലത്താമര നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാൽ ജോസിന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വീട്ടിലൊരാളുണ്ട്, പിന്നെ എന്തിനു നമ്മൾ വെളിയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവൾ പഠിക്കട്ടെ, പഠിച്ചു തീർന്നിട്ട് നമുക്ക് ആലോചിക്കാം. ബ്ലസ്സി എന്നെ വിളിച്ചു ഒരു പടത്തിന് വേണ്ടി, കീർത്തി. അപ്പം ഞാൻ ബ്ലസ്സി ഇപ്പൊ ഇല്ല പടത്തിൽ. അപ്പൊ അവൾക്ക് സംശയം, ഇനി ഞാൻ അവളെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ്. അങ്ങനെ ഒരു അവസരം വന്ന് പ്രിയൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് സമ്മതിച്ചു. പ്രിയനാണല്ലോ കീർത്തിയെ കൊണ്ടുവരുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും എന്റെ ബാനറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രിയൻ വേറൊരു ബാനർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. 7 Artsന്റെ ബാനറിൽ പ്രിയൻ ഡയറക്റ്റ് ചെയ്യുന്ന, ലാലും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി, അതും ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അല്ല, അപ്പൊ അത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അപ്പം അത് അങ്ങനെ വരട്ടെ, അങ്ങനെ വന്നു, അങ്ങനെ പോയി. അപ്പൊ ഞാൻ തന്നെ എന്റെ മോളെ പടം എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു ഇതില്ലാത്ത. ഇവളുടെ കാര്യത്തിലും അങ്ങനെയാണ്. വേറെ ആരെങ്കിലും ചെയ്യട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കൺവിൻസ് ചെയ്യുന്നത്, ബഡ്ജറ്റിന്റെ അകത്ത് തീർക്കുന്നത്, നമ്മുടെ വർക്ക് നമ്മൾ സീരിയസ് ആയിട്ട് അച്ഛനായതുകൊണ്ട് സീരിയസ് ആയിട്ട് നോക്കത്തില്ല എന്നല്ല, പക്ഷെ ആ പ്രൊഫഷണലിസം ആരാണെങ്കിലും അത് കീപ്പപ്പ് ചെയ്യണം. അപ്പം വെളിയിലൊരു പ്രൊഡ്യൂസർ ആകുമ്പം അത് നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരിക്കും. നമ്മുടെ വർക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുക, നമ്മള് ഷൂട്ട് ചെയ്യുക, കറക്റ്റ് ബഡ്ജറ്റിന്റെ അകത്ത് തന്നെ ഷൂട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ത്രില്ല് അത് ഡിഫറെന്റ് ആണ്, പറയാതിരിക്കാൻ പറ്റൂല. അത് ഡിഫറെന്റ് ആണ്. 2026 ആണ് പ്ലാൻ. പിന്നെ ഷോർട്ട് ഫിലിമില് ഇവരൊക്കെ അഭിനയിച്ചു. താങ്ക് യു എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അതിൽ ഇവരൊക്കെ അഭിനയിച്ചു. അല്ല, ഇപ്പം രേവതിക്ക് പടം ചെയ്യാനുള്ള എല്ലാ ഇതുകൊണ്ട് ഇത്രയും പടമായി. അവളിപ്പം പ്രിയന്റെ കൂടെ തന്നെ ആ പടം ചെയ്തതിന്റെ ഒരു ഇത് വെച്ചിട്ടുള്ള ആസ്പെക്ട് വേറെ കാര്യം ചെയ്തു. ഇപ്പം മേനേജേജിക്ക് നാഷണൽ അവാർഡ് ഉണ്ട്, കിറ്റിക്ക് നാഷണൽ അവാർഡ് ഉണ്ട്. സുരേഷ് ഏട്ടൻ ചെയ്ത് ആ ജോണർ ഓഫ് ഫിലിംസ് മുഴുവൻ കാണുമ്പോഴത്തേന് നമ്മളൊരു കൊമേഴ്ഷ്യൽ വൈബ്സിലുള്ള ഫിലിംസ് ആണ്. എന്തുകൊണ്ട്, വൈ ഡിഡ് യു തിങ്ക്, എസ്പെഷ്യലി ആ ഒരു ഹാർട്ടുള്ള ഒരാള്, ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ എസ്തെറ്റിക് വ്യൂ പോയിന്റ് ഉള്ള ഒരാള്, ഒരു മോർ ഓഫ് എൻ സീരിയസ് ഫിലിം, മേ ബി നമ്മൾ സോ കോൾഡ് അക്കാഡമിക് ഫിലിം എന്നുള്ള ലെവലിലേക്ക് ഞാനങ്ങനെ ഇതുവരെ ചിന്തിച്ചില്ല. ചിലപ്പോ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ സുരേഷന്റെ ഒരു ടോട്ടൽ കരിയർ എടുത്ത് നോക്കുമ്പോഴത്തേനും സുരേഷന്റെ പോലെ ഒരാള്, എസ്പെഷ്യലി ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞു വന്നതിൽ തൊട്ട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാള് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അത് ഞാനിപ്പം ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് അവാർഡൊക്കെ സംഭവിച്ചു അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ അവാർഡ് കിട്ടിയ ആൾക്കാർ സന്ദീപിന്റെ ഇപ്പൊ രണ്ട് നാഷണൽ അവാർഡ്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അനന്തരവന് കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. പക്ഷെ ആലോചിക്കാൻ അല്ല, അങ്ങനെ ഒരു അതുകൊണ്ടാണോ നമ്മളെ ആ കൊമേഴ്ഷ്യൽ ആ ഒഴുക്കില് ഒരു പർട്ടിക്കുലർ അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണം, വളരെ ബഡ്ജറ്റ് കുറച്ച്. ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഒരിക്കലും ഇപ്പോഴത്തെ ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാത്തത്.
ഇനിയും ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു ആലോചന വന്നുകൂടായികയില്ല. അപ്പം എന്തായാലും തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച്. ഇപ്പൊ തന്നെ ഒരു 3 മണിക്കൂർ ഒരു പടം ഷൂട്ട് ചെയ്ത് നമ്മൾ അറിയാമല്ലോ, പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് വെട്ടിക്കളഞ്ഞു. ക്രിമിനൽ വേസ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇൻഡസ്ട്രിക്ക്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു കാശ് മുടക്കുന്ന ഒരുത്തൻ, മരം കുലുക്കി എവിടുന്നോ പൈസ കൊണ്ടുവരുന്ന അവനെ ഒരു പരുവാക്കി വിടാന്നുള്ള രീതിയിലാണ് മിക്കവാറും എല്ലാവരും. എന്നാൽ ഒരു ചെറിയ കോസ്റ്റിൽ പടം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇവരെല്ലാവരും വാങ്ങിക്കുന്ന കാശ് കുറച്ചില്ലെങ്കിൽ ഇനി ഇൻഡസ്ട്രി മുമ്പോട്ട് പോകില്ല. വളരെ പരസ്യമായിട്ട് എനിക്ക് പറയും, ഇവരെല്ലാവരും വാങ്ങിക്കുന്നത് ഭയങ്കരമായ കൂടുതലായിട്ടുള്ള കാശാണ്. ഈ കാശ് കുറയ്ക്കണം. ഇവിടെ നടക്കുന്ന വലിയൊരു അന്യായമാണ്. ആ അന്യായം കണ്ടില്ല എന്ന് നടിക്കാൻ ഒക്കില്ല. അത് പറഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുക്കളാണ്. നമുക്കിതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്കിപ്പോ ഇവരില്ലേലും ഇല്ലാത്ത സമയത്തും നമ്മൾ പടം എടുത്തു. അതായിരിക്കും ആൾക്കാർ ചോദിക്കുന്ന, അവരില്ലാതെ എടുത്തൂടെ പടം? അത് തന്നെ എടുക്കാം, ഇനി എടുക്കും.